തന്റെ സിനിമാ ജീവിതത്തിനിടയിൽ എപ്പോഴോ രാഷ്ട്രീയം വിജയുടെ മനസ്സിൽ കയറിക്കൂടി. സ്വാർത്ഥതയില്ലാതെ ജനങ്ങളെ സേവിക്കുക, അവർക്ക് നല്ലത് ചെയ്യുക, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന ആശയം വിജയുടെ മനസ്സിൽ ഒരു സ്വപ്നമായി അവശേഷിച്ചു. തുടർന്ന് മെല്ലെ മെല്ലെ തന്റെ രാഷ്ട്രീയം അദ്ദേഹം തന്റെ സിനിമകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തുടങ്ങി. ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു. തന്റെ സിനിമകളിലൂടെ ഒളിച്ചു കടത്തിയ രാഷ്ട്രീയം ജനങ്ങളിൽ എത്രമേൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് അയാൾ ക്ഷമയോടെ വിലയിരുത്തിക്കൊണ്ടേയിരുന്നു. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളും പിഴയ്ക്കാൻ പാടില്ല എന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. രജനീകാന്തും കമലഹാസനും പയറ്റി പരാജയപ്പെട്ടയിടത്ത് തനിക്കും ചുവട് പിഴയ്ക്കാൻ പാടില്ല എന്ന് വിജയ്ക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ തന്റെ അവസരത്തിനായുള്ള ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പ്. ഒടുവിൽ എല്ലാം അനുകൂലമായി വന്നപ്പോൾ പാർട്ടി രൂപീകരിച്ചു. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. പല കോണുകളിൽ നിന്നും ശക്തമായ പരിഹാസങ്ങളും എതിർപ്പുകളും വന്നു. ജാതി അധിക്ഷേപങ്ങളും തമിഴകത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കടുത്ത വെല്ലുവിളികളും നേരിട്ടു. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറി വിജയ്. താൻ മുന്നോട്ട് വച്ച കാൽ പിന്നോട്ടെടുക്കുകയില്ല എന്ന വാശിയിൽ അദ്ദേഹം ഓരോ ചുവടുകളും ശ്രദ്ധയോടെ മുന്നോട്ട് വച്ചു. 2025 സെപ്റ്റംബറിൽ തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെற்றிക്കഴകത്തിന്റെ റാലിക്കിടെ ഉണ്ടായ തിക്കും തിരക്കും വലിയ ദുരന്തത്തിന് കാരണമായിരുന്നു. ഈ ദാരുണ അപകടം വിജയുടെ രാഷ്ട്രീയ ജീവിതം എന്ന സ്വപ്നത്തെ ഇല്ലാതാക്കി എന്ന് ഞാൻ ഉൾപ്പെടെ ഭൂരിഭാഗം ആൾക്കാരും കരുതി. എന്നാൽ ദൃഢനിശ്ചയവും ഉറച്ച കാൽവെപ്പുകളും ഭാഗ്യവും അദ്ദേഹത്തെ തുണച്ചു.